ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 86ന്റെ റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. റിവ്യൂ പറയാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും, ഹൈപ്പ് ചെയ്യും കൂടെ വേണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ് ആണ് ഇട്ടത്. മോർണിംഗ് സോങ് എന്തായിരുന്നു വെച്ചാൽ പൈസ പൈസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടായിരുന്നു. മണി വീക്ക് ആയതുകൊണ്ടായിരിക്കും ആരും പണപ്പെട്ടി എടുക്കും എന്നൊക്കെ നിവിൻ പറയണായിട്ട് നിവിൻ തന്നെ പറയേണ്ടത് ഞാൻ പണപ്പെട്ടി എടുക്കും പറയണ്ട. അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് നിനക്ക് പണപ്പെട്ടി എടുക്കാൻ പാടില്ലല്ലോ എന്ന് പറയുമ്പോൾ നിവിൻ പറയേണ്ടത് ഞാൻ പണപ്പെട്ടി എടുക്കും, ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ മനസ്സ് മാറിയാലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നിവിൻ പറയേണ്ടത് ഞാൻ അത്ര വലിയ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടോ, എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഇല്ല ഞാനും ചെയ്തത്. അപ്പോൾ അക്ബർ പറയേണ്ടത് ശരിയാണ് എല്ലാവരും ചെയ്യണ പോലെയാണ് ചെയ്തത്, പക്ഷെ ബെഡിൻ്റെ മേലേക്ക് വെള്ളം ഒഴിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് ഒരാൾ എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. എനിക്കിവിടെ കാണാൻ പറ്റിയത് അക്ബർ എന്ന ഒരു നല്ല സുഹൃത്തിനെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഞാൻ ഈ എപ്പിസോഡിലായാലും ലൈവിലായാലും ഞാൻ ശ്രദ്ധിച്ചത് ആ ഒരു സൗഹൃദത്തെയാണ്. അക്ബറിന് വേണമെങ്കിൽ നിവീനെ പറഞ്ഞ് ഒന്ന് ഡൗൺ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം അവൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ശരിയാടാ നമ്മളെ എന്താ അങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഡൗൺ ആക്കാം. പക്ഷെ അക്ബർ അതല്ല ചെയ്യുന്നത്. അക്ബർ ഒന്നും കൂടെ നിവീനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സുഹൃത്താണ് എന്നാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് നല്ല കാര്യമായിട്ട് തോന്നി. അപ്പോൾ നിവീൻ പറയുന്നുണ്ട് എന്നെ ഇൻറ്റൻഷ്യലി മാന്തുകയും പിച്ചുകയും ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ പിച്ചി മാന്തി എന്ന് പറഞ്ഞിട്ട് പോലും അതിനൊരു ഇതും ഇവിടെ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തതിന് മാത്രം എന്നോട് എന്താ ഇത്ര ഇത്, വേണമെങ്കിൽ ബിഗ് ബോസിന് എനിക്ക് ഫൈനൽ 5 നിർത്തണമായിരിക്കും എന്നെ എന്നൊക്കെ നിവീൻ പറയുന്നുണ്ട്. എന്നിട്ട് നിവീൻ പറയുന്നുണ്ട് 14ാമത്തെ വീക്കിൽ ഔട്ടായി പോകാന്ന് പറഞ്ഞാൽ അത്രയും വലിയ നാണക്കേട് ഇവിടെ ഇല്ല. കാരണം ഇത്ര നാൾ നിന്നിട്ട് പിന്നെ 14ാമത്തെ വീക്കിൽ ഔട്ടായി പോവേണ്ട ആളാണോ നിവീൻ അവിടെ ഇരുന്ന് സംസാരിക്കണം. അപ്പം നിവീൻ വിചാരിച്ചു പണപ്പെട്ടി വന്നാൽ വിചാരിച്ചിട്ടുണ്ടാവും പണപ്പെട്ടി വന്നാൽ അതെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന ഷോയിൽ ഒരു ഓർമ്മയിൽ നിൽക്കുക ആരെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ബാക്കി കണ്ടസ്റ്റൻസും ഒക്കെ വന്നിട്ടുണ്ട്, ഓക്കെ. എന്നാലും ഫസ്റ്റ് ഓർമ്മയിൽ വരെ വിന്നറെയാണ്. വിന്നർ, പിന്നെ പണപ്പെട്ടി എടുത്തിട്ട് പുറത്തേക്ക് പോയ ആള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ പറയുന്ന പോലെ സെക്കൻഡ് വന്ന ആളെയും കൂടെ ചിലപ്പോൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല, പക്ഷെ പണപ്പെട്ടി എടുത്തിട്ട് പോകുന്ന ആളെ നമുക്ക് ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിവിൻ്റെ ഉദ്ദേശം അതായിരുന്നു. എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. അതിനുശേഷം പിന്നെ കിച്ചണിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇന്ന് നമ്മുടെ പാട്ടാ ഗേൾസ് എല്ലാം സാരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അനീഷ് കിച്ചണിൽ നിന്നിട്ട് പറയണത് ഇന്ന് എൻ്റെ കണ്ണ് മങ്ങിപ്പോയി, ആരെങ്കിലും ഒരാളെ സാരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ 3 പേരും സാരി എടുത്തിട്ട് വന്നിട്ട് ഇപ്പം ഞാൻ എവിടേക്കാണ് നോക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട് എല്ലാവരുടെയും നോക്കണം, രാവിലെ ഒരാളെ നോക്കണം, ഉച്ചയ്ക്ക് ഒരാളെ നോക്കണം, വൈകുന്നേരം ഒരാളെ നോക്കണം. അങ്ങനെ അവരുടെ ആ ഒരു ഫണ്ണി ടോക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാനവാസ് ആണെങ്കിലും അനീഷിനിട്ട് നല്ല രീതിയിൽ തന്നെ കളിയാക്കിയും കൊണ്ടിരിക്കുന്നുണ്ട്. അനീഷ് ഒരു ലവ് കോംബോ പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്നു. ഇത് അനീഷിന് നല്ലതാവും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വന്ന പോലെ തന്നെ ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ഇതാണ് കപ്പ് കയ്യിലിരിക്കും, അല്ലെങ്കിൽ കപ്പ് വേറെ ആരെങ്കിലും കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റയ്ക്ക് കളിച്ചാൽ മതിയായിരുന്നു, ഈ കോംബോ ഒന്നും പിടിക്കണ്ട എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഒറ്റയ്ക്ക് കളിച്ചാൽ മതിയായിരുന്നു അനീഷ്. എന്തായാലും ഒരു ഗ്രൂപ്പിലും പോയി പെടാതെ നിൽക്കായിരുന്നു. ഇപ്പം മെയിനായിട്ട് അവിടെ ഉള്ളത് 2 ഗ്രൂപ്പാണ്. 2 ഗ്രൂപ്പ്, ഇവരൊരു ഗ്രൂപ്പ് പാട്ടാ ഗേൾസും പിന്നെ ഷാനവാസ് അനീഷൊക്കെ ആ ഗ്രൂപ്പിൽ പോയി പെട്ടിട്ടുണ്ട്. ആ ഗ്രൂപ്പ് അക്ബർ നിവീൻ അവരൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവരായിട്ട് എന്താ പറയുക മാറിപ്പോവുകയാണ്. ഇവർ കുറേ ലൈവിൽ കാണണ്ടായിരുന്നു. ഇപ്പോൾ ഫുഡ് കഴിക്കാനാണെങ്കിലും അല്ലാതെ അനീഷ് വന്നിട്ട് ഗെയിം കളിക്കാനാണെങ്കിലും വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ അക്ബറും നിവീനും പോകുന്നില്ല, ഇല്ല ഞങ്ങൾ കളിക്കുന്നില്ല വരുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആരും പോയ വിഷമവുമായിരിക്കും. അവർ ആ ഒരു എന്താ പറയുക 2 പേർക്കും പുറത്ത് എന്താണ് എന്നുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിച്ച് 13ാമത്തെ വീക്കിലെ ക്യാപ്റ്റനായ നൂറയെ വിളിച്ച് നൂറനോട് ടീം തിരിക്കാനാണ് പറയുന്നത്. അതായത് ഡ്യൂട്ടിക്കുള്ള ടീം തിരിക്കാനാണ് പറയുന്നത്. ഡ്യൂട്ടിക്കുള്ള ടീം തിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം അനുമോൾ, ആദില ആൻഡ് സാബുമാൻ ഇവരെയാണ് കിച്ചൺ ടീമിലേക്ക് ഇടുന്നത്. സാബുമാനെ ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഈ അനുമോൾ, ആദില എന്നുള്ളത് ആദില പണിയെടുക്കാൻ ഭയങ്കര മടിച്ചാണ്. ആദിലേനെ കൊണ്ടുപോയിട്ട് അനുമോളുടെ കൂടെ കിച്ചൺ ടീമിൽ ഇട്ടാൽ ഉണ്ടാവുന്ന ഇന്നലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒന്ന് പ്രമോയും കണ്ടായിരുന്നു. ആദില എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കിച്ചൺ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഫുൾ ടൈം വർക്കാണ് കിച്ചണിൽ. മോർണിംഗ് ഡ്യൂട്ടി, ലഞ്ച് ആക്കണം, അതുപോലെ തന്നെ ഡിന്നർ ആക്കണം, അങ്ങനെ. അപ്പോൾ നല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാരനെ കൊണ്ടുവന്നിട്ടാലാണ് അത് ശരിയാവുള്ളൂ. ഈ ആദിലിനെ അവിടെ കൊണ്ടുപോയി ഇട്ടത് വീണ്ടും
ഒരു പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ അനുമോൾ കിച്ചണിൽ കയറിയാലും പ്രശ്നമാണ്, കിച്ചണിൽ കയറ്റിയില്ലെങ്കിലും പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ്. അനുമോൾക്ക് തന്നെ ഉണ്ടാക്കണം, അനുമോൾ തന്നെ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കണം എന്നുള്ള ഒരു രീതിയാണ് പോകുന്നത്. അതിനുശേഷം ടീം തിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നീ ഈ മടിച്ചായ അതിനെ തന്നെ എൻ്റെ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ഇടണോ എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ പറയുന്നുണ്ട്. വർക്ക് നേരെ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, എനിക്ക് നല്ലോണം വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നതാണ് പിന്നെ കാണിക്കേണ്ടത്. അതിനുശേഷം പിന്നെ അക്ബർ ഈ പറഞ്ഞ പോലെ നിവിനോട് പറയണേ, നീ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ട് ഓരോ വീക്കിലും ഓരോരുത്തരുടെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പം നീ ഡൗൺ ആവാൻ പാടില്ല. ഇങ്ങനെ ലാലേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡൗൺ ആവരുത്. കാരണം ഓരോ വീക്കിലും ലാലേട്ടൻ വന്ന് ഷാനവാസിനെ ആയാലും അനുമോളെ ആയാലും എത്രത്തോളം റോസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവരങ്ങനെ ആവുന്നില്ലല്ലോ. ഇപ്പം ഈ പ്രാവശ്യം വന്നിട്ട് നിന്നെയും എന്നെയും റോസ്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അത് അവിടെ നിന്ന് വിടുക, അല്ലാതെ അതും ആലോചിച്ചിട്ട് ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ നിവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നല്ല ഒരു സൗഹൃദം തന്നെയാണ് അക്ബറിന് ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വീണ്ടും കിച്ചണിൽ വീണ്ടും കാണിക്കുന്നത് കിച്ചണിൽ ഈ അവരുടെ ആ സംസാരം തന്നെയാണ്. അനുമോൾ അനീഷ് ആ കോംബോ പിടിച്ചുള്ള അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതിനുശേഷം പിന്നെ 13ാം ആഴ്ചയിൽ നോമിനേഷനാണ് കാണിക്കുന്നത്. ബോസ് പറയുന്നുണ്ട്, ഈ ഇത്രയും ആഴ്ചകളായിട്ട് ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്ന വ്യക്തികൾ അനുമോൾ ആൻഡ് നിവീനാണ്. ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്ന വ്യക്തി ആരാന്ന് വെച്ചാൽ അനീഷാണ്. അപ്പോൾ ഇവരോട് പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്നിട്ടും നിങ്ങളെ പുറത്താക്കാതിരുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നന്ദി പറയാനും, അതുപോലെ തന്നെ അനീഷിനോട് പറയുന്നുണ്ട് നിങ്ങളെ നോമിനേഷനിൽ ഇടാതിരുന്നതിന് വേണ്ടിയിട്ട് ഹൗസ് മേറ്റ്സിനോട് നന്ദി പറയാനും ഒക്കെ പറയുന്നു. എന്നിട്ട് അവർ നിവീനും അനുമോളും പ്രേക്ഷകർക്ക് നന്ദി പറയുകയും അനീഷ് മറ്റേ നമ്മുടെ ഹൗസ് മേറ്റ്സിനും പ്രേക്ഷകർക്കും നോമിനേഷനിൽ വന്നപ്പോൾ സേവ് ആക്കാനും സഹായിച്ച പ്രേക്ഷകർക്കും നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്, നോമിനേഷനാണ് ഇനി നടക്കാൻ പോകുന്നത്. സാധാരണ നോമിനേഷൻ പോലെയല്ല, എല്ലാവരും ഇപ്രാവശ്യം നോമിനേഷനിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരും ഫുൾ നോമിനേഷനിൽ ഇടുന്നതാണ്. പക്ഷേ ഇവർക്ക് അത് അറിയാത്തതുകൊണ്ടാണ് തോന്നുന്നു. ഓ താങ്ക് യു ബിഗ് ബോസ്, എല്ലാവർക്കും സന്തോഷം. എല്ലാവർക്കും എന്ന് വെച്ചാൽ കൂടുതൽ സന്തോഷമായത് അക്ബറിനും നിവീനാണ്. എന്നിട്ട് അക്ബർ പുറത്തു പോയി ഇരുന്ന് പറയുന്നുണ്ട്, എല്ലാവരും കൂടെ നമ്മളെ പിച്ചിച്ചീന്താൻ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ നോമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 6 വോട്ടും നമുക്ക് രണ്ടുപേർക്കും തന്നെ വന്നേനെ, നമ്മൾ മാത്രം നോമിനേഷനിൽ പെട്ടേനെ. നല്ലൊരു കാര്യമാണ് ബിഗ് ബോസ് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്ന ആൾക്ക് ബിഗ് ബോസ് 25 കോഴിമുട്ടയും, ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്ന ആൾക്ക് 5 ലിറ്റർ പാലും സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ട്. എന്നിട്ട് പിന്നെ അക്ബറും നിവീനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോമിനേഷൻ ഉണ്ടായിരുന്നു എങ്കിൽ ഓരോരുത്തരും നമ്മളുടെ ക്യാരക്ടറിനെ തേജോവധം ചെയ്യാനൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതെന്തായാലും ഇല്ലാതായി, നന്നായി ബിഗ് ബോസ്, താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അതിന് ശേഷമാണ് പിന്നെ ബിഗ് ബാങ്ക് വീക്ക് എന്ന് പറഞ്ഞ ടാസ്ക് വന്നത്. അതായത് ഇപ്രാവശ്യം മണി ബോർഡ്സ് അല്ല, മണി എല്ലാവർക്കും കിട്ടും. അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു, എല്ലാവർക്കും എടുക്കുക. ഇത് കിഴിവ് വരുന്നത് സമ്മാന തുകയിൽ നിന്നാണ് കിഴിവ് വരുന്നത്. ആരാണോ വിജയിക്കുന്നത് അവർക്ക് കിട്ടുന്ന തുകയിൽ നിന്ന്, അതായത് 50 ലക്ഷത്തിൽ നിന്നാണ് കുറഞ്ഞു പോകുന്നത് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ചിരി വന്ന്. ചിരി വരാത്ത ആൾക്കാർ ആരൊക്കെയെന്ന് വെച്ചാൽ അനീഷ് ആൻഡ് അനുമോൾ, ഷാനവാസ്, ഇവർക്കൊന്നും വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ല ഇവർ 3 പേർക്കും. അതുപോലെ ബിഗ് ബോസ് പറയുന്നുണ്ട്, നിവീന് ശ്രീ മോഹൻലാൽ കൊടുത്ത പണിഷ്മെൻറ്റ് പ്രകാരം ക്യാഷ് എടുക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ടാസ്ക് എങ്ങനെയെന്ന് വെച്ചാൽ പണപ്പെരുമഴ ഉണ്ടാവും, അവിടെ പോയിട്ട് ക്യാഷ് എല്ലാവരും എടുക്കണം. ആ മഴയത്ത് വീണ ക്യാഷ് എല്ലാവരും എടുക്കണമെന്നാണ്. എടുത്ത ക്യാഷ് എത്രയാണോ അത് എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. മണി ബോക്സ് എടുത്തിട്ട് പുറത്തേക്ക് പോകണ്ട, അവിടെ തുടരുക തന്നെ ചെയ്യുക. അതുമല്ല മണി ബോക്സ് അല്ല, ഓരോ ടാസ്ക് കൊടുത്തിട്ട് അതിനുള്ള ക്യാഷ് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടാസ്കിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം നിവീൻ വരുന്നുണ്ട്. നിവീൻ വന്നിട്ട് ഇപ്പോൾ എല്ലാവരും മഴയുടെ സൗണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിവീൻ വരുന്നുണ്ട്. ആ മുട്ടകൾ കിട്ടിയതൊക്കെ എവിടെ, ഞാൻ ഒരു മുട്ട എന്നിട്ട് എല്ലാവർക്കും ക്യാഷ് കൊടുക്കാമല്ലോ, എനിക്കത് പറ്റില്ല, ഞാൻ ഭക്ഷണമെങ്കിലും കഴിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തെല്ലാം ആയിരുന്നൂലേ. അതിലെന്നോട് പറയുന്നുണ്ട്, നിങ്ങൾ ഡിസ്കഷൻ ചെയ്തതുകൊണ്ടാണ് ടാസ്ക് ഇങ്ങനെ ആക്കി തന്നത് ബിഗ് ബോസ്, അങ്ങനെ ഡിസ്കഷൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ പണം എടുക്കുന്നത് നശിച്ചു പോട്ടെ, എനിക്ക്
ടാസ്കും കളിക്കാൻ പറ്റില്ല, എന്നെ ഫൈനൽ 5ലും എത്തിച്ചില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്റ്റേജിൻ്റെ മുന്നിൽ വന്നിട്ട് കിടക്കും ഞാൻ എന്നൊക്കെ നിവിൻ പറയുന്നുണ്ടായിരുന്നു. എടുക്കടാ എടുക്ക, എല്ലാവരും ക്യാഷ് പോയി പെറുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നിവീന്. അതിനുശേഷം പിന്നെ ക്യാഷിൻ്റെ ആ ടാസ്ക് വന്ന് എല്ലാവരും പെറുക്കി, ഇടയിൽ കൂടെ നിവീനും പെറുക്കുന്നുണ്ടായിരുന്നു 2-3 ആളിനൊക്കെ. എന്നിട്ട് പെറുക്കിയിട്ട് പോയതിന് ശേഷം ഇവിടെ എല്ലാവരും കൗണ്ട് ചെയ്യണ സമയത്ത് അതിലിൻ്റെ അടുത്ത് വന്നിട്ട് അതിലേക്ക് നിവിൻ പെറുക്കയിൽ നിന്നിട്ട് കൊടുത്തിട്ട് നിവിൻ പറയുന്നുണ്ട്, എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, ചീട്ടുകൊട്ടാരം പോലെ എല്ലാം വീണുടനില്ലേ, നിന്നെ പോലൊരു മണ്ടിയുണ്ടോ, ഇതൊക്കെ ആരെങ്കിലും പൊതുവെ വന്നിട്ട് ഡിസ്കഷൻ ചെയ്യൂ, അപ്പം തന്നെ ബിഗ് ബോസ് പണി പാളിച്ചില്ലേ എന്നുള്ള രീതിയിലൊക്കെ അതിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എല്ലാവരും ക്യാഷ് കൗണ്ട് ചെയ്യുകയും ബിഗ് ബോസിനോട് ഇത്ര ക്യാഷ് ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ഇതെല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും എന്നും പറയുന്നുണ്ട്. പിന്നെ നിവീൻ എടുത്ത ക്യാഷ് ഇഷ്ടമുള്ള ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിവീൻ എടുത്ത ക്യാഷിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ അതില എന്ത് പരിപാടിയാണ് ബിഗ് ബോസ് നിങ്ങൾ ചെയ്തത്, ഒരുമാതിരി മറ്റേടത്ത് പരിപാടിയായി പോയി എന്നൊക്കെ അതിലേക്ക് ഭയങ്കര വിഷമമുണ്ട്. അതില ഇത് വിചാരിച്ചിട്ടല്ലേ ഇരുന്നത്, അതുകൊണ്ടായിരിക്കും നിവിൻ അക്ബറിനോട് പറയുന്നുണ്ട്. അപ്പോൾ അതിലെൻ്റെ നെഞ്ച് തകർന്നിരിക്കുകയാണ്, അതിൽ ഈ ക്യാഷ് കൊടുത്തിട്ട് പോവാ എന്ന് വിചാരിച്ചാണ്, അപ്പോഴേക്കും ബിഗ് ബോസ് ഇങ്ങനെ ഒരു പണി കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ അവർ രണ്ടുപേരും സംസാരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് റേഷൻ വരുന്നതാണ്. സ്റ്റോർ റൂമിൽ റേഷൻ വരുന്നത്. ഇത് റേഷൻ വരുന്ന സമയത്ത് തന്നെ നിവിൻ വന്നിട്ട് സ്റ്റോർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നിവിൻ എന്തോ ഒരു സെൻസ് ഉണ്ട് തോന്നുന്നു ഓരോ ടാസ്കിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ സ്റ്റോർ റൂമിൽ ക്യാഷ് വരുന്നത്. പക്ഷെ നിവിന് അത് എന്തോ മൈൻഡിൽ വെച്ചിട്ട് വേഗം വരികയും സ്റ്റോർ റൂമിൽ ഇവരൊക്കെ സാധനങ്ങൾ എടുത്തിട്ട് മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് നിവിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സ്റ്റോർ റൂം മുഴുവൻ ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ബോക്സ് തുറന്ന് നോക്കുമ്പോൾ തന്നെ അതിൽ കറക്റ്റ് ആ ബോക്സ് തന്നെ എടുത്തിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട് നിവിന്. അതിനുള്ളിൽ ചെക്ക് എടുത്തിട്ട് പോക്കറ്റിലുണ്ട്. അപ്പോൾ ഈ പോക്കറ്റിൽ ഇടുന്നത് മാത്രമേ അതിലെ കാണുന്നുള്ളൂ. അതിൽ വിചാരിച്ച എന്തോ ഫുഡായിട്ട് എന്തോ മോഷ്ടിക്കുകയെന്നാണ് വിചാരിച്ചിട്ട് അതിൽ ചോദിക്കുന്നുണ്ട്, എന്താ നീ മോഷ്ടിച്ച് പറയ് എന്ന് പറഞ്ഞിട്ട് ന്യൂറിനെ വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ന്യൂറോ പുറകെ പോകുന്നുണ്ട്, എന്താണ് എന്താ മോഷ്ടിച്ചത് താന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിവിൻ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ തരാം, ഞാൻ ക്യാഷാണ് മോഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാണിച്ചാൽ പറയുന്നുണ്ട്. അപ്പോൾ ചെക്കായിരുന്നു, 15,000 രൂപയുടെ ചെക്കായിരുന്നു അത്. എന്നിട്ട് ബിഗ് ബോസ് വിളിച്ച് പറയുന്നത് ആർക്കാണോ ചെക്ക് കിട്ടിയത് അവരുടെ സ്വന്തമാണോ ക്യാഷ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, എനിക്കാണ് കിട്ടിയത്, പക്ഷേ എനിക്കിത് എടുക്കാൻ പറ്റില്ല, ഞാൻ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഫസ്റ്റ് ടൈം ക്യാഷ് ഇങ്ങനെ എടുത്തിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് തന്നെ അവർ ആ സോഫയിൽ ഇരുന്നിട്ട് അക്ബർ ഒരു കാര്യം നിവിനോട് പറയുന്നുണ്ടായിരുന്നു, നീ ഇതുപോലെ ക്യാഷ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ താ, ഇവിടെ നിന്ന് നീ എൻ്റെ കയ്യിൽ താ, പുറത്തിറങ്ങിയിട്ട് നിനക്ക് ഞാൻ ഇതൊക്കെ തരാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ 15,000 രൂപ അക്ബറിനാണ് കൊടുത്തത്. അതിന് ആദില നൂറായിരുന്നിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിൽ പറയുന്നത്, ഞാൻ പണപ്പെട്ടിയൊക്കെ എടുത്തിട്ട് ഇവക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും ഉമ്മ എന്നിട്ട് എന്നെ സമാധാനപ്പെടുത്തി ഇരിക്കേണ്ട അവസ്ഥയാക്കി തന്നല്ലോ ബിഗ് ബോസേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അടുത്ത ടാസ്ക്കാണ് വരുന്നത്. അടുത്ത ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ബെല്ലോട് കൂടിയ ഒരു ഹെഡ് ഗിയർ കൊടുക്കും. അതായത് തലയിലൊരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ അറ്റത്ത് ബെല്ലുണ്ടാവും. അത് അവർ നടക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അനങ്ങുന്നതിനനുസരിച്ച് ബെല്ലടിച്ചാൽ അവർ ഔട്ടാവും. ബിഗ് ബോസ് ബസർ അടിക്കുമ്പോൾ അനങ്ങാതെ നിൽക്കണം, അനങ്ങി ആ ബെല്ലടിച്ചാൽ ഔട്ടാവും. നിവിന് ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിവിനാണ് ആരുടെയൊക്കെയാണ് ബെല്ലടിച്ചതെന്ന് നോക്കാനും മറ്റുള്ളവനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അനക്കി ബെല്ലടിപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെ ചെയ്യാം ഇത്. അപ്പം നിവിനായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ബെല്ലടിച്ചു, ആരും അനങ്ങുന്നില്ല, എല്ലാവരും സേഫായി അവിടെ നിൽക്കുകയാണ്. രണ്ടാമത്തെ ബെല്ലിനും എല്ലാവരും ഒരു സോഫയിൽ പോയിരിക്കുക അല്ലെങ്കിൽ ചെയറിൽ പോയിരിക്കുകയൊക്കെ ചെയ്യണം, ആരും അനങ്ങുന്നില്ല. മൂന്നാമത്തെ തവണ അങ്ങനെ തന്നെ ആയപ്പോൾ ബിഗ് ബോസ് ടാസ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞു, ഒറ്റക്കാല് പൊക്കിയിട്ട് നിൽക്കണം, ബസർ ടു ബസർ നിൽക്കണം, കാല് താഴെ കുത്തിയ ആളോ അല്ലെങ്കിൽ ബെല്ല് അടിച്ച ആളോ ആണ് ഔട്ട് ആവാന്ന് പറഞ്ഞു. ആ സമയത്ത് എല്ലാവരും വിട്ടു. അതിൽ ഫസ്റ്റ് തന്നെ ഔട്ടായത് സബ്മാൻ ആണ്. അതിനുശേഷം മനീഷ്, ഷാനവാസ്, അങ്ങനെ ഓരോരുത്തരായിട്ട് ഔട്ടായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദിലേക്കാണ് ആ ടാസ്ക്, ആദിലെയാണ് വിജയിച്ചത്. 25,000 രൂപയായിരുന്നു അതിൽ വിജയിച്ചാൽ, അത് ആദിലേക്ക് കിട്ടുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ രാത്രി ആദില സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബിഗ് ബോസിൽ കയറിയ സമയത്ത് ടോപ്പ് 5 എത്താൻ പറ്റിയതിൻ്റെ കാര്യങ്ങളും എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് അനുമോള് വരുന്നുണ്ട്. അതിലൊന്നും ഇങ്ങോട്ട് ദേഷ്യത്തിൽ തന്നെ കേട്ടോ വരുന്നത്. അതിലൊന്നും ഇങ്ങോട്ട് വന്ന ആൾക്കുള്ള സവാള അരിഞ്ഞ് വെക്കണം, നീ ഇങ്ങനെ സംസാരിച്ചിട്ടിരുന്നാലോ പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റില്ല, സബ്മാനെ വിളിക്കുക പറയുന്നുണ്ട്. അപ്പോൾ സബ്മാൻ കുളിക്കണേ, നീ തന്നെ വരണം, നാളെ രാവിലെ സമയം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ആദില ദേഷ്യം വന്നിട്ട് എണീച്ച് പോകുന്നുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് കാണുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ റിവ്യൂ ഇഷ്ടമായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ലൈക്ക് അടിക്കണം, ഹൈപ്പ് ചെയ്യണം. താങ്ക് യു ഫോർ watching.